ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇങ്ങനെ ചോറ് വിളമ്പോ ഞങ്ങളപ്പോൾ 8 മക്കളെ ഞാൻ പറഞ്ഞല്ലോ ദാരിദ്ര്യമുള്ള കാലമാണ്. അപ്പം മീനൊക്കെ അങ്ങ് കൂട്ടാൻ വെച്ചാൽ എല്ലാവർക്കും ഒന്നും കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. എന്നാലും എല്ലാ കുട്ടികൾക്കും ചെറിയ കഷ്ണം കൊടുക്കണ്ട വെച്ചിട്ട് ഇങ്ങനെ മീൻ കഷ്ണം അങ്ങനെ ഇട്ടിട്ട് വന്നപ്പോൾ തികയാതെ വന്ന് ചാറ് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ഉമ്മാക്കൊരു വിഷമം. അപ്പോൾ ഒരു കഷ്ണം ഇല്ലല്ലോ വെച്ചിട്ടോ എൻ്റെ മോനിക്ക് അവസാനം ഇട്ട് കൊടുക്കാൻ ഇല്ലല്ലോ വെച്ചിട്ട് ഉമ്മ കൂട്ടാൻ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങോട്ട് എടുക്കലും വല്ലാത്തൊരു മീൻ്റെ കഷ്ണം. അപ്പൊ ഉമ്മ വിചാരിച്ചു ഇന്നത് വാപ്പാക്ക് കൊടുക്കാം. നമുക്ക് അതല്ല അറിയേണ്ടത്. അതന്നെ ഞാൻ പറഞ്ഞേ, മീൻകറി വാപ്പാക്ക് കൊടുത്തല്ല നമുക്ക് അത്ഭുതമാണ് ഈ പറയണത്. നിങ്ങളെ പറഞ്ഞു തീരുന്നേറ്റ് മുമ്പ് വേളം ഉണ്ടാക്കിയാലോ. അങ്ങനെ ഈ മീൻ്റെ കഷ്ണം എന്തിനു ചെയ്യണു വാപ്പാക്ക് കൊടുക്കാലോ വെച്ചിട്ട് വാപ്പാടെ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇടലും ഇതങ്ങോട്ട് മുള്ളായി തീർന്നു. അങ്ങനെ എന്താ ചിരിക്കണേ? അവനങ്ങനെയുള്ള വിടലി കേട്ടാവച്ചിരിക്കും. ഇല്ലാത്ത കഥ തന്നെ ചോദിച്ചില്ല. എങ്ങനെ എത്ര കഥ ഇവർക്ക് എത്ര കഥ ഞാൻ പറഞ്ഞു കൊടുത്തേക്കണ. എടുത്ത് കാണിക്കാൻ ഇവനങ്ങള് മാറ്റിക്കോളിട്ടോ. ഇടക്കിടക്ക് ചിരിക്കുക തന്നെയാണല്ലോ. അങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഇനി എന്താണ് പദ്ധതി? എനിക്ക് ചിരിക്കാൻ കഥ ഉണ്ടാക്കലല്ലേ പണി. നമുക്ക് ഇനി എന്താണ് അടുത്ത പരിപാടി? ഈ തിളക്കുന്ന ചട്ടിയും മീനും ഇപ്പൊ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇനി എന്താണ് അടുത്ത ഒരു പരിപാടി? എന്താ വെച്ചാ ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു തിരക്കൊക്കെ കാണുക വെച്ചാല് ഞാനിവിടെ പറമ്പൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു സൗകര്യത്തിന് ഒരു പെര പോലെ ഇവിടെ കെട്ടിയിട്ട് ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് വരാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കാം. ഈ ചട്ടി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചാലേ അങ്ങനെ ഒരു ഇത് ചെയ്യാച്ചിട്ടാണ് ഇപ്പൊ ഞാൻ വിചാരിക്കണത്. അള്ളാഹു തന്നൊരു ഇതല്ലേ. ഈ കോയ സാഹിബിന്റെ ക്ഷീണകാലത്ത് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. ഇതെല്ലാവർക്കും ദർശിക്കാൻ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി വീടിന്റെ ഇന്നലെ ഞാൻ ആശുപത്രിയിൽ പോയിന്ന് പറഞ്ഞില്ലേ, അതിന് മുമ്പായിട്ട് മീൻകറി വെച്ചിട്ടാ പോയത്. ഇപ്പൊ തിരിച്ചു വന്ന് നോക്കുമ്പോ എന്റെ വീട്ടില് മീൻകറി തിളച്ചോണ്ടിരിക്കുന്നു. എവിടെ ചേച്ചിയുടെ വീട്? ഇതിന്റെ അപ്പുറത്ത്. നമുക്ക് അതും കൂടി പോയിട്ട് ഇവിടെ തിളക്കണ മാതിരി അവിടെ തിളക്കല്ലേ റബ്ബേ. എന്തിനാ അങ്ങോട്ട് കൊണ്ടേ? ഓടി ഞാൻ അവിടെ ആവശ്യം വരും. മറിമായം